ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ നമ്മൾ യൂണിറ്റ് 3യിലെ രണ്ടാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. എന്താണ് ആ ചാപ്റ്ററിൻ്റെ പേര്? ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് എന്ന് പറയുന്ന ആ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടു നോക്കുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ആ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ആർട്ടിക്കിൾ ഓൺ ദ Dabbawalas illustrate the importance of disciplines and organizational skill? What lessons can we draw from the system? അല്ലേ, എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ ആർട്ടിക്കിൾ ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ ആൻഡ് ഓർഗനൈസേഷണൽ സ്കിൽ as they are key to the successful functioning of the system. It is strict training, obeying rules and careful planning. They ensure good delivery accurately in a challengingly bustling city like Mumbai. The system teaches valuable lessons for efficiency, discipline and punctuality in the field of customer service. എന്താണ് നമ്മളോട് ചോദിച്ചത്? ഡബ്ബാവാലകളെ കുറിച്ചിട്ടുള്ള ഈ ഒരു ലേഖനം അച്ചടക്കത്തിൻ്റെയും സംഘടനാ വൈവിധ്യത്തിൻ്റെയും പ്രാധാന്യം എങ്ങനെയാണ് വ്യക്തമാക്കുന്നത്? ഈ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എന്ത് പാഠങ്ങളാണ് ഉൾക്കൊള്ളാൻ കഴിയുക എന്നായിരുന്നു ചോദ്യം, അല്ലേ? അച്ചടക്കത്തിൻ്റെയും സംഘടനാപരമായ കഴിവുകളുടെയും പ്രാധാന്യം ലേഖനം എടുത്തു കാണിക്കുന്നുണ്ട്. കാരണം ആ സിസ്റ്റത്തിൻ്റെ വിജയകരമായ പ്രവർത്തനത്തിന് പ്രധാനമാണ്, അല്ലേ? കർശനമായ പരിശീലനത്തിലൂടെയും നിയമങ്ങൾ പാലിക്കുന്നതിലൂടെയും കൃത്യമായ ആസൂത്രണത്തിലൂടെയും അവർ മുംബൈ പോലെയുള്ള വെല്ലുവിളി നിറഞ്ഞ നഗരത്തിൽ കൃത്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്നു. ഉപഭോക്തൃ സേവന മേഖലകളിലെ കാര്യക്ഷമത, അച്ചടക്കം, സമയനിഷ്ഠിത എന്നിവയുടെ വിലപ്പെട്ട പാഠങ്ങൾ അവരുടെ സംവിധാനം പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is the process involved in the flawless system of the Dabbawalas from picking up the food to finally returning the empty lunch boxes? എന്തെല്ലാം പ്രോസസ്സുകളിലൂടെയാണ് ഇവരുടെ ഈ ഫ്ലോലെസ് ആയിട്ടുള്ള, അല്ലേ, ഒരു ഇതുവരെ തെറ്റാത്ത ഈ ഒരു പ്ലാനിങ് അവർ തയ്യാറാക്കിയിട്ടുള്ളത്? ഏതെല്ലാം പ്രോസസ്സിലൂടെയാണ്, എപ്പോഴാണ് കളക്ട് ചെയ്യുന്നത്, അല്ലേ? ആൻസർ എങ്ങനെ എഴുതാം? ദ ഡബ്ബാവാല സിസ്റ്റം ഇൻവോൾവ്സ് കളക്ടിങ് ഹോം കുക്ക്ഡ് മീൽസ് അറൗണ്ട് 8 AM, അല്ലേ? 8 മണിയാകുമ്പോൾ അവർ വീട്ടിലെ ഫുഡ് കളക്ട് ചെയ്യും. ദ ടിഫിൻസ് മാർക്കറ്റ് with a alphanumerical codes for delivery are sorted and delivered to offices by 1 PM, അല്ലേ? എന്നിട്ട് അവർ അതിലെന്ത് ചെയ്യും? ആൽഫബറ്റിക്കിൻ്റെ ഓരോ നമ്പേഴ്സ് കോഡ് വെച്ചിട്ട് അവരത് എന്ത് ചെയ്യും? കോഡ് വെച്ചിട്ട് ആ ടിഫിൻ ബോക്സിൽ മാർക്ക് ചെയ്യും. എന്നിട്ട് 1 മണിക്ക് ഓഫീസിൽ അത് എത്തിക്കും. ആഫ്റ്റർ ലഞ്ച് ദ എംപ്റ്റി ബോക്സസ് ആർ കളക്റ്റഡ് ബൈ 2 PM. ലഞ്ച് കഴിഞ്ഞതിന് ശേഷം 2 മണിക്ക് അത് ഓഫീസിൽ പോയി കളക്ട് ചെയ്യും. ആൻഡ് റിട്ടേൺ ടു ഹോംസ് ബൈ 5:30 PM. എന്നിട്ട് അത് വീട്ടിലേക്ക് 5:30 എത്തിക്കും. എൻഷുറിങ് സ്മൂത്ത് ആൻഡ് ഫ്ലൗലെസ് ഡെലിവറി അക്രോസ് മുംബൈ. ഇങ്ങനെയുള്ള ഒരു ഫ്ലോലെസ്, അല്ലേ, ഒരു എന്താ പറയുക, ബുദ്ധിമുട്ടില്ലാത്തൊരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവരുടെ ഈ ഒരു വിജയത്തിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഡബ്ബാവാലാസ് ഇൻ മുംബൈ ആൻഡ് നോട്ട് ഡൗൺ ദ പോയിൻറ്റ്സ്. അല്ലേ, നിങ്ങളോട് നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഡിസ്കസ് ചെയ്യാനാണ് പാട്ടുള്ളത്. എന്താണ് ഈ ഡബ്ബാവാലസിൻ്റെ റോൾസ് നമ്മൾ പഠിച്ചു, അല്ലേ? മുംബൈ നഗരത്തിലുള്ള ആ ഒരു റോൾസ് എന്തൊക്കെയാണ്, അതിൻ്റെ പോയിൻറ്റ്സ് നോട്ട് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഡബ്ബാവാലാസ് എ ലഞ്ച് ബോക്സ് ഡെലിവറി സിസ്റ്റം യൂണീക്ക് ടു മുംബൈ, അല്ലേ? മുംബൈയിൽ മാത്രമാണ് ഇങ്ങനൊരു സിസ്റ്റം ഉള്ളത്. നോ അതർ സിറ്റി ഇൻ ദ വേൾഡ് ഹാസ് ദിസ് സിസ്റ്റം ഓഫ് ഡെലിവറിങ് ഹോം കുക്ക്ഡ് ലഞ്ച് ഓഫ് ഓഫീസ് വർക്കേഴ്സ്. ഇങ്ങനെയുള്ളൊരു സിസ്റ്റം മറ്റൊരു രാജ്യത്തും ഇല്ല. ഈ വേൾഡിലുള്ള ഒരു സിറ്റിയിലും ഈ ഒരു ഉച്ചയ്ക്കുള്ള ഈ ഭക്ഷണം, ഹോം കുക്ക്ഡ് ലഞ്ച് എത്തിക്കുന്ന ഈ ഒരു രീതി ഇല്ല എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കാം. ഡബ്ബാവാലാസ് ആൻഡ് inevitable service organization in Mumbai. The Dabbawalas provide a reliable service delivering home cooked meals to office workers across Mumbai. When cheap and quality food is not available and affordable to average employees with individual dietary habits, the services of Dabbawalas is essential in Mumbai.
എന്താണ് മുംബൈയിലെ അനിവാര്യമായ ഒരു സേവന സ്ഥാപനമാണ് ഡബ്ബാവാല അല്ലേ. മുംബൈയിലുടനീളമുള്ള ഓഫീസ് ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് പാകം ചെയ്ത ഭക്ഷണം വിതരണം ചെയ്യുന്ന വിശ്വസനീയമായ സേവനം ഡബ്ബാവാലകൾ നൽകുന്നു. വ്യക്തിഗത ഭക്ഷണശീലമുള്ള ശരാശരി ജീവനക്കാർക്ക് വില കുറഞ്ഞതും ഗുണനിലവാരമുള്ളതുമായ ഭക്ഷണം ലഭ്യമല്ലാത്തപ്പോൾ മുംബൈയിൽ ഡബ്ബാവാലകളുടെ സേവനം അത്യാവശ്യമാണ്. അടുത്ത പോയിന്റ് എന്താണ്? കൾച്ചറൽ സിംബൽ ഓഫ് മുംബൈ. The Dabbawalas consisting of more than 5,000 trained members serving over 2 lakh satisfied customers on a daily basis അല്ലേ. ഒരു ദിവസം 5000 ട്രെയിനേഴ്സ് ഉണ്ട് ഇവർക്ക് അല്ലേ, ട്രെയിനിങ് മെമ്പേഴ്സ് ഉണ്ട്. അവർ 2 ലക്ഷം ആളുകൾ കസ്റ്റമേഴ്സ് ഉണ്ട്. അവരൊക്കെ സാറ്റിസ്ഫൈ ആണ്. ഹാവ് ബിക്കം എ കീ പാർട്ട് ഓഫ് മുംബൈസ് യുണീക്ക് കൾച്ചർ representing unity and cooperation in the city's everyday life. Global recognition of efficiency. This self-made organization of Dabbawalas has won the admiration of international business schools and events of Princess Charles of England for its efficiency and accuracy in delivering meals to its customers. അല്ലേ, വേൾഡ് മൊത്തം അവർ അംഗീകരിച്ചു അല്ലേ. ഈ ഒരു സ്വയം സെൽഫ് മെയ്ഡ് ഓർഗനൈസേഷനെ ഈ ഡബ്ബാവാലിൻ്റെ ഇൻ്റർനാഷണൽ ബിസിനസ്സസ് സ്കൂളേഴ്സ്, അതുപോലെ തന്നെ നമ്മളെ പ്രിൻസസ് ഓഫ് ചാൾസ്, ഇംഗ്ലണ്ടിലെ ചാൾസ് വരെ ഇതിനെ അംഗീകാരം കൊടുത്തു. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ഹൗ ദ ഡബ്ബാവാലാസ് യുണീക്ക് സർവീസസ് has stood the test of time to meet the needs of the city's diverse populations. Support your points with the evidence from the passage. എന്താണ് ചോദിക്കുന്നത്? അതായത് നഗരത്തിലെ വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് ഡബ്ബാവാലകളുടെ തനത് സേവനം കാലത്തിൻ്റെ പരീക്ഷണമായി നിലകൊണ്ടതെങ്ങനെയെന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിങ്ങളുടെ അഭിപ്രായം പോയിന്റുകളും പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള ഖണ്ഡികയിൽ നിന്നുള്ള തെളിവുകളും ഉപയോഗിച്ച് നിങ്ങളുടെ പോയിന്റുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം നമുക്ക് എങ്ങനെ എഴുതാമെന്നുള്ളത്. The Dabbawala system has stood the test of time by efficiency serving Mumbai's diverse population. We understand about their commitment to customer satisfaction and their ability to meet different dietary needs to their customers. When each one of them has his own dietary foibles and taboos, their growing customer base of over 2 lakhs highlights their importance and acceptance in Mumbai, showing how essential they have become to Mumbaikars. എന്താണ് പറയുന്നത്? മുംബൈയിലെ വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളെ കാര്യക്ഷമമായി സേവിച്ചുകൊണ്ട് ഡബ്ബാവാല സമ്പ്രദായം കാലത്തിൻ്റെ പരീക്ഷണമായി നിലകൊള്ളുന്നു. ഓരോരുത്തർക്കും അവരവരുടേതായ ഭക്ഷണ ക്രമക്കേടുകളും വിലക്കുകളും ഉള്ളപ്പോൾ ഉപഭോക്തൃ സംതൃപ്തിയോടുള്ള അവരുടെ പ്രതിബന്ധത്തെക്കുറിച്ചും അവരുടെ ഉപഭോക്താക്കളുടെ വ്യത്യസ്ത ഭക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അവരുടെ കഴിവിനെക്കുറിച്ചും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ലേ, 2 ലക്ഷത്തിലധികം വരുന്ന അവരുടെ ഉപഭോക്തൃ അടിത്തറ മുംബൈയിലെ അവരുടെ പ്രാധാന്യവും സ്വീകാര്യതയും എടുത്തു കാണിക്കുന്നുണ്ട്. ഇത് മുംബൈക്കാർക്ക് അവർ എത്രത്തോളം അനിവാര്യമാണെന്ന് കാണിക്കുന്നുണ്ട് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡു ദ ഡബ്ബാവാലാസ് മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് പ്രൊഫഷണലിസം? എങ്ങനെയാണ് ഡബ്ബാവാലാസ് ഡിസിപ്ലിൻ അല്ലേ, അച്ചടക്കവും പ്രൊഫഷണലിസം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. The Dabbawalas maintain discipline and professionalism through strict rule and rigorous training. അല്ലേ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓരോ നിയമങ്ങളും ട്രെയിനിങ്ങും കൊടുത്തിട്ടാണ്. They are trained to deal with a customer polity and they must wear white caps. അല്ല, അവർക്ക് ഓരോ ട്രെയിനിങ്ങും അവർക്ക് ഓരോ ഡീൽസും ഉണ്ട്. കസ്റ്റമറിന് ഓരോ പൊളൈറ്റി ഉണ്ട് അല്ല, അവർക്ക് മസ്റ്റായിട്ട് വൈറ്റ് ക്യാപ്സ് ധരിക്കണം. For repeated violence of the rules, they will get punishment with the fines or removal from the association. അല്ലേ, എന്തെങ്കിലും ഒരു വയലൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അവരതിന് ഫൈൻ ഈടാക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ ഒരു അസോസിയേഷനിൽ നിന്നും അവരെ പുറത്താക്കും. അപ്ലൈയിങ് ദിസ് കൈൻഡ് ഓഫ് സ്ട്രിക്റ്റ് അപ്രോച്ച് Dabbawalas മെയിൻറ്റെയിൻസ് ഡിസിപ്ലിൻ ആൻഡ് പ്രൊഫഷണലിസം ഇൻ ദെയർ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്ട്രിക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഡബ്ബാവാല
വാലാസിന് ആ ഡിസിപ്ലിൻ, അച്ചടക്കവും പ്രൊഫഷണലിസവും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 10 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മളോട് ഡിസ്കസ് ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.